Aimed for Kurtza! With touch, with finesse. മനസ്സിൽ ചെറിയൊരു നൊമ്പരത്തോടെയല്ലാതെ ഒരു അർജന്റീന ആരാധകർക്കും ഓർത്തെടുക്കാൻ കഴിയില്ല 2014 വേൾഡ് കപ്പ്. ഇപ്പോഴും ഇടയ്ക്കൊക്കെയൊന്ന് യൂട്യൂബിൽ അറിയാതെ എത്തി നോക്കാറുണ്ട്. 2014 സെമിയും ഫൈനലുമൊക്കെ. എന്തിനാണെന്നോ, ഒരിക്കൽ കൂടി ആ സെമി ഫൈനലൊന്ന് കണ്ട് സന്തോഷിക്കാൻ, ആ ഫൈനലൊന്ന് ജയിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ. അത്രയും ഓരോ അർജന്റീന ആരാധകരുടെയും മനസ്സിൽ പതിഞ്ഞതാണ് 2014 വേൾഡ് കപ്പ്. കാലചക്രത്തിന്റെ കറക്കത്തിനിടയിലെ 4 വർഷക്കാലത്തിന്റെ ഇടവേളകളിൽ ലോകം മുഴുവൻ 450 ഗ്രാമിനോളം ഭാരമുള്ള ഒരു തുകൽപന്തിലേക്ക് ചുരുങ്ങുകയും അത്രമേൽ ചെറുതാവുകയും ചെയ്യുന്ന സമയം. മനസ്സും ശരീരവും ഉറക്കവും നൽകി ജനകോടികൾ ആ പന്തിലേക്കും പന്ത് കൊരുത്തെടുത്ത് മാന്ത്രികത കളിക്കളത്തിലാവായിക്കുന്ന കാലുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നീലയും വെള്ളയും കലർന്ന വരയൻ കുപ്പായം ശരീരത്തിലേക്ക് കയറുമ്പോഴെല്ലാം തന്നിലെ അമാനുഷികതയ്ക്ക് അൾസിമേറ്റ് സംഭവിക്കുമെന്നും തൻ്റെ കാലിന് കരുത്തേക്കുന്ന മാന്ത്രിക വടി ബാർസലോണയിലെ പുൽമൈതാനങ്ങളിൽ മറന്നുവെക്കുമെന്നുള്ള പതിവ് ക്ലീശേ വിമർശനങ്ങൾക്ക് മുകളിലൂടെ തന്നെയായിരുന്നു സബല്ലേറ്റയുടെ ശിക്ഷണത്തിൽ പേരുകേട്ട മെസ്സിയും സംഘവും കാൽപന്തു കളിയുടെ പറുദീസയിൽ വിമാനമിറങ്ങിയത്. കളത്തിൽ നിറം മങ്ങി നിൽക്കുന്നതിൻ്റെ പരക്കോടിയിലാണെങ്കിലും ലോകകപ്പിന് തൊട്ട് മുമ്പ് മുഴുവൻ അർജന്റീന ആരാധകരും കായിക പ്രേമികളും അതൊക്കെ തള്ളിക്കളഞ്ഞിരിക്കും. ഏത് സമയത്തും ടൂർണമെന്റ് ഫേവറേറ്റുകളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ അവർക്കും സ്ഥാനം നൽകും. പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെ ലോകകപ്പിനെ എന്നല്ല ഒരു ടൂർണമെന്റിനെയും അവർക്ക് സങ്കല്പിക്കാനാവില്ല. അത്രമേൽ ഒരു കിരീടധാരണം ആ രാജ്യത്തിനും അവരുടെ രാജകുമാരനും അന്ന് അനിവാര്യമായിരുന്നു. കടലാസുകളിലെ കളിയിൽ നിന്ന് കളിക്കളത്തിലേക്ക് മാറിയപ്പോഴും പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായ ഒന്നും തന്നെ സംഭവിച്ചില്ല. കളിക്കളത്തിലെ 2 ടീമുകളും തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും ആ കുറിയ മനുഷ്യൻ തന്നെയായിരുന്നു. ആ വ്യത്യാസം ഒരുപക്ഷെ മറ്റു ടീമുകൾക്ക് മറികടക്കാനാകാത്ത ശക്തി തന്നെയെന്നതിൽ മറ്റൊരഭിപ്രായമില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ടീമെന്ന ഒത്തിണക്കം കാണാനും ലാറ്റിൻ അമേരിക്കൻ ശൈലിയുടെ വശ്യമായ സൗന്ദര്യം ആസ്വദിക്കാമെന്നതും അർജന്റീന ആരാധകർക്കെന്ന പോലെ മുഴുവൻ കായിക പ്രേമികൾക്കും ബാലികേറാൻ മല തന്നെയായിരുന്നു. അവിടെയും പ്രതീക്ഷയുടെ തുരുത്ത് അവരുടെ രാജകുമാരൻ തന്നെയായിരുന്നു. മറ്റാർക്കും കൈയടിക്കാൻ പറ്റാത്ത തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ടീമിനെ തോളിലേറ്റ് മുന്നോട്ട് നയിച്ചു. കാഴ്ചയുടെ മാസ്മരികത ഒട്ടും ചോരാതെ തന്നെ അദ്ദേഹം ഓരോ നീക്കങ്ങളും നെയ്തെടുത്തു. ദിവസങ്ങൾ ഓരോന്നും അദ്ദേഹം തൻ്റെ പേരിലാക്കി മുന്നേറിക്കൊണ്ടേയിരുന്നു. ടൂർണമെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി ടീം എന്ന നിലയിലുള്ള ഒത്തിണക്കം കൂടി വരുന്നത് കുറച്ചു പേരിലെങ്കിലും ആശ്വാസവും ചിരിയും പടർത്തി. എന്നിരുന്നാലും ആ സമയത്ത് ശ്വാസമടക്കി പിടിച്ചിരുന്നല്ലാതെ ഒരൊറ്റ അർജന്റീന ആരാധകരും മത്സരങ്ങൾ കണ്ടു തീർത്തിട്ടില്ല എന്നത് തീർച്ചയാണ്. പരിശീലകന്റെ തന്ത്രങ്ങൾ കൃത്യമായി കളിക്കളത്തിൽ നടപ്പാക്കുന്ന ഒരു കൂട്ടം കഠിനാധ്വാനികളെയാണ് പിന്നീട് ഓരോ അർജന്റീന ആരാധകർക്കും കാണാൻ കഴിഞ്ഞത്. ആരോടും തോൽക്കാമെന്നതിൽ നിന്ന് ആർക്കും മുന്നിലും തോൽക്കാൻ തയ്യാറല്ല എന്ന് വെല്ലുവിളിച്ച ഒരു കൂട്ടത്തെ അർജന്റീന ആരാധകർ കണ്ടു. അതിൽ ഓരോരുത്തർക്കും വ്യക്തമായ സ്ഥാനവും ഉത്തരവാദിത്വവും കളിക്കളത്തിലുണ്ടായിരുന്നു. ബെൽജിയത്തിനെ നേരിടുമ്പോൾ മെസ്സി മധ്യനിര മനോഹരമായി നിയന്ത്രിച്ചതും പ്രതിരോധത്തിനും മധ്യനിരക്കുമിടയിലെ തൂണായി മഷറാനോ ജീവിച്ചതും ഗോൾ വലക്ക് മുന്നിൽ കോട്ട കെട്ടി നിന്ന റൊമേറോയും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് റോബന്റെ ഗോളെന്നുറപ്പിച്ച ഷോട്ടിനെ മഷറാനയോട് അത്ഭുതപ്പെടുത്തുന്ന ടാക്കിളായിരുന്നു. അതൊരിക്കലും മറക്കാൻ കഴിയില്ല. കളി എക്സ്ട്രാ ടൈം കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. പക്ഷേ പ്രതീക്ഷകളില്ല. കാരണം അതിനു മുമ്പ് നടന്ന ഷൂട്ടൗട്ടുകളൊന്നും അത്ര പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ല. അതിനാൽ തന്നെ മുൻതൂക്കം പോളണ്ടിന് തന്നെ. ഷൂട്ടൗട്ടിലെ ആദ്യ പെനാൽറ്റി റൊമേറോ സേവ് ചെയ്യുന്നു. എന്നാൽ വല്ലാത്ത സന്തോഷത്തോടൊപ്പം കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു ആരാധകർക്ക്. അടുത്ത പെനാൽറ്റി എടുക്കാൻ വരുന്നത് മെസ്സിയാണ്. മെസ്സിക്കൊന്ന് പിഴച്ചാൽ ടീമിന് വാതിൽ തുറക്കുകയായിരുന്നു. അവസാനം റോഡ്രിഗസിന്റെ കിക്ക് വലയിൽ പതിഞ്ഞതോടെ 90-ന് ശേഷം അർജന്റീന വേൾഡ്. ഇതിൽ കൂടുതൽ എന്ത് വേണം ഓരോ അർജന്റീന ആരാധകർക്കും സന്തോഷിക്കുവാൻ? അങ്ങനെ അർജന്റീന ആരാധകരുടെ ഫൈനൽ എന്ന സ്വപ്നം അവിടെ നടക്കുകയായിരുന്നു. കാത്തിരിക്കുന്നത് ബ്രസീലിനെ സ്വന്തം നാട്ടിൽ തകർത്തെറിഞ്ഞ ജർമ്മനിയെയാണ്. മുൻതൂക്കം ജർമ്മനിക്ക് തന്നെ. എന്നാൽ കളി തുടങ്ങിയത് മുതൽ 2 ടീമും മികച്ച കളി തന്നെ കാഴ്ചവെച്ചു. ഓരോ നിമിഷവും ആവേശമായിരുന്നു.
എന്നാൽ എല്ലാത്തിനും സന്തോഷകരമായ പര്യവസാനം ഉണ്ടാകണമെന്ന് ആർക്കും വാശി പിടിക്കാൻ കഴിയില്ലല്ലോ. കലാശ പോരാട്ടത്തിന് മുമ്പേ തന്നെ കാര്യങ്ങൾ അനുകൂലമല്ലെന്ന അശരീരി ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡീമരിയുടെ പരിക്കിന്റെ രൂപത്തിൽ എല്ലാവരിലേക്കുമെത്തി. മാറക്കാനയുടെ കണ്ണീരിലേക്ക് ലോകം കണ്ണുനട്ടിരുന്നു. ഫൈനൽ പോരാട്ടം തുടങ്ങിയത് മുതൽ തൊട്ടതെല്ലാം അർജന്റീനയ്ക്ക് പിഴക്കുകയായിരുന്നു. അപ്പോഴേ ഇത് ഞങ്ങളുടെ ദിവസമില്ല എന്ന് ബുദ്ധിജീവികൾ വിധിയെഴുതി. സുവർണവസരങ്ങൾ പലതും അതിസമ്മർദ്ദത്തിന്റെ ചുവരിൽ തട്ടി പുറത്തേക്ക് പോയി. സാക്ഷാൽ മെസ്സിക്ക് പോലും പിഴച്ചത് അതിശയത്തോടെ മാത്രമാണ് എല്ലാവരും കണ്ടുനിന്നത്. അപ്പോഴും തോൽക്കാൻ തയ്യാറല്ലാതിരുന്ന ഒരു കൂട്ടർ പ്രതിരോധിച്ചു നിന്നു. പക്ഷേ അവർ വിജയിക്കാൻ മറന്നിരുന്നു. പകരക്കാരന്റെ വേഷത്തിലെത്തിയ ഗോഡ്സയിലൂടെ അധിക സമയത്തിലേക്ക് നീണ്ട ഭാഗ്യക്കേടിന്റെ ദിവസം ജർമ്മനി വിജയിപ്പിച്ചെടുത്തു. അവർക്കത് അനിവാര്യമായിരുന്നു. പഠിക്കൽ കലമുടക്കുന്ന ചീത്തപ്പേര് അവർ അർജന്റീനിയൻ കണ്ണീരിൽ കഴുകിക്കളഞ്ഞു. മികച്ച പ്ലെയർക്കുള്ള ട്രോഫി വാങ്ങാൻ വാടിയ മുഖത്തോടെ മെസ്സി പോകുന്ന കാഴ്ച ഇന്നും ഓർമ്മയുണ്ട്. അതെ, ഫുട്ബോൾ അങ്ങനെയാണ്, ഒരു നിമിഷം കൊണ്ട് എല്ലാം തകരും. But he couldn't win them the one he wanted, and he doesn't pick up the prize he really wanted. ഇന്നിപ്പോൾ അർജന്റീന ആരാധകർ സന്തോഷത്തിലാണ്. 28 വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ച് അവർ ഒരു ട്രോഫി നേടിയതല്ലേ. എന്നാൽ 2014 വേൾഡ് കപ്പ് ഓരോ അർജന്റീന ആരാധകർക്കും മറക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. എന്നാൽ ഈ വരുന്ന 2022 ഖത്തർ വേൾഡ് കപ്പിൽ അത് നേടുമെന്ന് തന്നെയാണ് ഓരോ അർജന്റീന ആരാധകരുടെയും പ്രതീക്ഷ. മെസ്സിക്ക് അത് നേടാൻ അർഹനാണ്. കാരണം ഈ ലോകത്തിൽ നേടേണ്ടതെല്ലാം നേടിയിട്ടും അയാളിൽ നിന്ന് വിട്ടകുന്നത് ആ സ്വർണ്ണക്കപ്പ് മാത്രമാണ്. അയാൾ അത് നേടുമെന്ന വിശ്വാസത്തോടെ